ആസിഫ് അലി രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതികരിച്ച് നടൻ ധ്യാൻ ശ്രീനിവാസൻ. ഒരു വേദിയിൽ സ്വയം അപമാനിതനായി നിൽക്കുമ്പോൾ മറ്റൊരാളെ അതേ തരത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ എന്ന് ധ്യാൻ ചോദിച്ചു. രമേശ് നാരായണൻ പറഞ്ഞ മാപ്പ് ഉള്ളിൽ തട്ടിപ്പറഞ്ഞതാണെന്ന് തോന്നുന്നില്ലെന്നും താരം പറഞ്ഞു. പരിപാടിയുടെ സംഘാടനത്തിൽ പാളിച്ച തോന്നിയിട്ടുണ്ട്. അത്രയും മുതിർന്നയാളെയൊക്കെ വേദിയിൽ വിളിച്ചു വേണം മൊമെന്റോ നൽകാൻ. അതിൽ അദ്ദേഹം മാനസികമായി വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആസിഫിനെ പരിഗണിക്കാതിരുന്നതെന്നുമാണ് പറഞ്ഞത്. പേര് മാറി വിളിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ ഇങ്ങനെ അപമാനിതനായി നിൽക്കുന്ന അതേ സമയത്ത് അതേ രീതിയിൽ മറ്റൊരാളെ അപമാനിക്കാൻ പാടുണ്ടോ? അതേ അനുഭവം തന്നെയല്ലേ മറ്റേയാളും നേരിട്ടുണ്ടാവുക? ധ്യാൻ ചൂണ്ടിക്കാട്ടി. കുറച്ചുപേർ അറിയുന്ന ആളാകുമ്പോൾ നമ്മുടെ ക്ഷോഭവും കലിയും വികാരങ്ങളുമൊന്നും അങ്ങനെ പുറത്തു കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പൊതുവേദിയിലൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കാണുകയില്ലേ ഇത്? ആസിഫ് അലിയെ പോലെയുള്ള ഒരാളെ അങ്ങനെയാണ് അവഗണിച്ചത്. തോളിൽ തട്ടിയെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നീട് വാർത്തയൊക്കെ വന്ന് കാര്യങ്ങൾ കൈവിട്ടു എന്ന് കണ്ടപ്പോൾ ക്ഷമ ചോദിച്ചു വരികയായിരുന്നു. ഇപ്പോൾ സോറി പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് ചെറിയൊരു ചിരിയോടെ അത് അവസാനിപ്പിച്ചു. അത് പരിഗണിക്കാതെ വിടുകയായിരുന്നു. ആസിഫിന് ഒരു നിമിഷമെങ്കിലും വേദനയുണ്ടായി കാണുമല്ലോ. അത്രയും ആളുകൾക്ക് മുന്നിൽ അപമാനിതനാകുന്ന അനുഭവം നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകൂ. അദ്ദേഹം സോറി പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞതായി തോന്നുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയതിനും കാണിച്ച അഹങ്കാരത്തിനുമൊക്കെ ദൈവം വഴിയെ ഇതുപോലെ പണിയായി തിരിച്ചു കൊടുത്തതായാണ് തോന്നിയതെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. വിവാദത്തിൽ നേരത്തെ ആസിഫ് അലി ആദ്യമായി പ്രതികരിച്ചിരുന്നു. തനിക്കുള്ള പിന്തുണക്ക് നന്ദിയുണ്ടെന്നും എന്നാൽ അത് മറ്റൊരാളോടുള്ള വിദ്വേഷ ക്യാമ്പയിനാക്കി മാറ്റരുതെന്നുമായിരുന്നു ആസിഫ് അലി പറഞ്ഞത്. കൊച്ചിയിലെ സിനിമാ പ്രൊമോഷൻ പരിപാടിയിലായിരുന്നു പ്രതികരണം. രമേശ് നാരായണനെതിരെ വിദ്വേഷ പ്രചാരണം നടക്കുന്നത് തടയാനാണ് ഞാൻ പ്രതികരിക്കുന്നത്. സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് പേര് തെറ്റി വിളിച്ചു. മെമൻറ്റോ കൊടുക്കുന്ന സമയത്ത് കാലിന് വേദനയുള്ളതിനാൽ വേദിയിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരം ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. അതിനാൽ ആ സമയത്ത് ഏതൊരു വ്യക്തിയും പ്രതികരിക്കുന്നത് പോലെയാണ് അദ്ദേഹവും പ്രതികരിച്ചത്. സംഭവത്തിൽ എനിക്ക് ഒരു രീതിയിലുമുള്ള വിഷമമോ പരിഭവമോ ഇല്ലെന്നും ആസിഫ് പറഞ്ഞു.